ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമുക്കറിയാം കുറച്ച് കാലമായിട്ട് നമ്മളെല്ലാവരും കേൾക്കുന്ന ഒരു പേരാണ് ടൊയോട്ട അർബൻ ക്രൂസർ ടൈസർ അല്ലെങ്കിൽ വെറും ടൈസർ എന്നൊക്കെ പറഞ്ഞ്. ഇത്തിരി കാലം മുമ്പ് തന്നെ ടൊയോട്ട ഈ വാഹനത്തിൻ്റെ പേരൊക്കെ ട്രേഡ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും ഫൈനലി നമ്മുടെ വാഹനം ലോഞ്ച് ആയിട്ടുണ്ട്. മറ്റൊന്നുമല്ല, മാരുതി സുസുക്കി ഫ്രോങ്സ് ബേസ് ചെയ്തിട്ടുള്ള ടൊയോട്ടയുടെ റീബാഷ്ഡ് SUV ആണ് സംഭവം. മാരുതി ഇത് ആദ്യം ബലേനോ എടുത്ത് അത് റീബാഡ് ചെയ്ത് അതിൻ്റെ ഒരു ക്രോസ് ഓവർ വേർഷൻ പോലെ ആക്കി ഫ്രോങ്സ് ഇറക്കി. അത് കഴിഞ്ഞപ്പോൾ ടൊയോട്ട അത് തന്നെ എടുത്തിട്ട് അവരുടെ ലോഗോ സാധനങ്ങളൊക്കെ അടിച്ചിട്ട് ഈ ഒരു വണ്ടി ഇറക്കി. എന്തായാലും പഴയ വണ്ടികൾ പോലെയല്ല, ഇപ്പോൾ ഗ്ലാൻസും ബലേനോ ഒക്കെ നമുക്കറിയില്ല, കുറച്ച് വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ഈ വാഹനത്തിലും ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഫ്രണ്ട് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെ ഗ്രില്ലിൽ വ്യത്യാസമുണ്ട്. ഏകദേശം നമ്മുടെ ഒരു ഇന്നോവ ഹൈക്രോസിലൊക്കെ വരുന്ന പോലത്തെ അതിൻ്റെ ഒരു മിനി ഗ്രില്ല് പോലത്തെ സംഭവമാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ടൊയോട്ടയുടെ ലോഗോ അതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഫ്രണ്ടിലത്തെ DRLs കണക്ട് ചെയ്യുന്ന രീതിയിൽ ലൈറ്റ് ഒന്നും ഇല്ലെങ്കിലും അവിടെ ആ ഒരു ക്രോം എലമെൻ്റ് അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ LED DRLസിൻ്റെ ഡിസൈനിൽ വ്യത്യാസമുണ്ട്. നമ്മളത് ഫ്രോങ്സിൽ കണ്ടത് ഒരു കൈൻഡ് ഓഫ് 3 LED ബൾബ്സ് ഇൻഡിവിജ്വലായിട്ട് നിൽക്കുന്ന പോലെയാണ് ഓരോ ലൈറ്റിലും. പക്ഷേ ഇതിൻ്റെ അകത്തേക്ക് വരുമ്പോഴേക്കും അതൊരു കണ്ടിന്യൂസ് ഡിസൈനാണ്. നമ്മൾ അഗൈൻ ഗ്രാൻഡ് വിറ്റാര അതുപോലെ അർബൻ ക്രൂസർ ഹൈ റൈഡർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വരുന്ന ഡിഫറൻസ് പോലെ. പിന്നെ ലൈറ്റ്സ് ഒക്കെ കംപ്ലീറ്റ്ലി LED ആണ്. അവിടെ ഒന്നും വേറെ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. അതുപോലെ നമ്മുടെ ബമ്പറിൻ്റെ ഡിസൈനൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. വേറെ അങ്ങനെ പറയത്തക്ക വലിയ ഡിഫറൻസ് ഒന്നും ഫ്രോങ്സ് വെച്ച് നോക്കുമ്പോൾ ഇല്ല. ഇനി സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോഴേക്കും ഇവിടെ നമുക്ക് ഡിസൈനിൽ ആസച്ച് വലിയ വ്യത്യാസം പറയാൻ പറ്റില്ലെങ്കിലും അലോയ്സിൻ്റെ കാര്യത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. സംഭവം സൈസും പ്രൊഫൈലും എല്ലാ സാധനങ്ങളും സെയിം ആണ്. 16 ഇഞ്ച് അലോയ് വീൽസ് തന്നെയാണ് വരുന്നത്. പക്ഷേ അതിൻ്റെ ഡിസൈനിൽ വ്യത്യാസമുണ്ട്. ടൊയോട്ട കുറച്ചും കൂടി ഒരു ടൈപ്പ് ഓഫ് മൾട്ടി സ്പോക്ക് വീൽ തന്നെയാണ്, ഡ്യുവൽ ടോൺ ഡിസൈനിലാണ് വരുന്നത്. പക്ഷേ എനിക്ക് മാരുതി സുസുക്കിയുടെ അലോയ്സ് ആണ് ഇതിനേക്കാൾ കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്. എനിവേ അത് പേഴ്സണൽ ഒപ്പീനിയൻ ആണ് ഓരോരുത്തരുടെ. ഇതൊരു ഫ്ലവർ പോലത്തെ ഡിസൈൻ പോലെയാണ് എനിക്ക് തോന്നിയത് മൊത്തത്തിൽ കാണുമ്പോൾ. പിന്നെ ബാക്കി സാധനങ്ങളൊക്കെ സെയിം ആണ്. നമ്മുടെ ORVMസിൻ്റെ ഡിസൈൻ ആയാലും അതുപോലെ തന്നെ ബാക്കിലത്തേക്ക് വരുന്ന സി പില്ലറിൻ്റെ ഡിസൈൻ അല്ലെങ്കിൽ താഴത്ത് കൊടുത്തിരിക്കുന്ന മറ്റേ വീൽ ആർച്ച് അതിൻ്റെ ക്ലാഡിങ് അതൊക്കെ സെയിം ആണ്. നമുക്ക് അവിടെ അങ്ങനെ പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നും പറയാനില്ല. പക്ഷേ റിയർ പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ അവിടെയാണ് പിന്നെയും അടുത്ത ഡിഫറൻസ് വരുന്നത് ഡിസൈനിൻ്റെ കാര്യത്തിൽ. അതിപ്പം ബാക്കി ബമ്പറിൻ്റെ ഡിസൈനിലൊന്നും അല്ല, അതൊക്കെ സെയിം ആണ്. നമുക്ക് ആ ഒരു സിമിലർ ഡിസൈൻ ട്രീറ്റ്മെൻ്റ് ആണ് കിട്ടുന്നത്. പക്ഷേ ലൈറ്റ്സിൻ്റെ കാര്യത്തിൽ ഇവിടെ നമുക്ക് വ്യത്യാസം പറയാൻ പറ്റും. എഗെയിൻ ഞാൻ ഫ്രണ്ടിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ബാക്കിലും ഫ്രോങ്സിൽ വരുന്ന പോലത്തെ ഒരു 3 ഇൻഡിവിജ്വൽ ലൈറ്റിംഗ് എലമെൻസിൻ്റെ സംഭവം ഈ വാഹനത്തിൽ അവൈലബിൾ അല്ല. അതിന് പകരം അവർ ടൊയോട്ടയുടെ രീതിയിലുള്ള കണക്റ്റഡ് ആയിട്ടുള്ള ലൈറ്റ്സ്, ആ കണക്റ്റഡ് ലൈറ്റ്സ് നമുക്ക് ഫ്രോങ്സിലുണ്ട്. പക്ഷേ ആ 3 ഇൻഡിവിജ്വൽ ബൾബിന് പകരം അവർ സ്ട്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ്സ് ആണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. എഗെയിൻ ഇതും സെയിം സംഭവം തന്നെ ഹൈ റൈഡറിൻ്റെ കേസിൽ ആപ്ലിക്കബിൾ ആണ്. ഇവരിപ്പോൾ ഈ ലൈറ്റിൻ്റെ ഡിസൈൻ, അതായത് അതിൻ്റെ അകത്തുള്ള സംഭവങ്ങളൊക്കെ വ്യത്യാസം വരുത്തിയിട്ടാണ് ടൊയോട്ടയുടെ വേർഷൻ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ബാക്കിയൊക്കെ സെയിം ആണ്. ബാക്കിൽ പിന്നെ അവർ ഒരുപാട് വേരിയൻസിൻ്റെ ബാഡ്ജിങ്, മറ്റേ ബാഡ്ജിങ്, മറിച്ച ബാഡ്ജിങ് ഒക്കെ കൊടുത്തിട്ടുണ്ടെന്ന് മാത്രം. ആദ്യത്തെ കാര്യം മറ്റേ ഫ്രോങ്സ് എന്ന് പറഞ്ഞ പേര് വളരെ സിമ്പിളായിരുന്നു. ഇതിൻ്റെ പേര് അർബൻ ക്രൂസർ ടൈസർ എന്ന് പറഞ്ഞ വലിയ സാധനം അവർക്ക് ബാക്കിൽ അടിച്ച് ഒട്ടിക്കണമല്ലോ, അതെന്തായാലും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ബാക്കിൽ V എന്ന് പറഞ്ഞ വേരിയൻ്റ്, അതിപ്പോൾ ഏത് വേരിയൻ്റ് ആണെങ്കിലും വരും. അതുപോലെ നിയോ ഡ്രൈവ് എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ്ങും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമില്ലായിരുന്നു, കാരണം ഹൈ റൈഡറിലൊക്കെ നിയോ ഡ്രൈവും അവർ മറ്റേ ഹൈബ്രിഡിൻ്റെ മോഡലിൻ്റെ ബാഡ്ജിങ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും. ഈ വാഹനത്തിൽ ആകപ്പാടെ നോൺ ഹൈബ്രിഡ്, അതായത് ഓക്കെ ചെറിയ മൈൽഡ് ഹൈബ്രിഡ് സിസ്റ്റം ഒക്കെ ഉണ്ട്, അല്ലാണ്ട് മേജർ സംഭവങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്കതിൻ്റെ ആവശ്യമില്ലെന്നാണ് തോന്നിയത്. എന്തായാലും അവർ കൊടുത്തിട്ടുണ്ട്. ബാക്കി റൂഫൊക്കെ സെയിം ആണ്, ഷാർക്ക് ഫിൻ ആൻറ്റിന ഉണ്ട്. അതുപോലെ റൂഫ് റെയിൽസും സംഭവങ്ങളൊക്കെ ഈ വാഹനത്തിലും നമുക്ക് അവൈലബിൾ ആണ്. ഇതാണ് ഈ വണ്ടിയുടെ മൊത്തത്തിലുള്ള ഡിസൈനെ പറ്റി നമുക്ക് പറയാൻ പറ്റുന്ന ഡിഫറൻസ്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാണല്ലോ, ഡയമെൻഷൻസിലൊന്നും പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല, സെയിം ഫ്രോങ്സ് പോലെയൊക്കെ തന്നെയാണ് ഈ ഒരു വാഹനത്തിലും വരുന്നത്. ഇനി വണ്ടിയുടെ അകത്തേക്ക് വരികയാണെങ്കിൽ സത്യത്തിൽ ഇവിടെ അവർ യാതൊരു വ്യത്യാസവും വരുത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ലോഗോ വ്യത്യാസമുണ്ട്, അതിപ്പോൾ എന്തായാലും ഉണ്ടാവില്ല. ബാക്കി എല്ലാ സാധനങ്ങളും ഇപ്പോൾ സ്റ്റിയറിംഗ് വീൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രോങ്സിൽ കിട്ടുന്ന അതേ ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. ഫ്രോങ്സിൽ അവരൊരു സിൽവർ എലമെൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ടൊയോട്ട അതിർത്തി കളയാൻ മാരുതി സുസുക്കിയോട് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഈ ഒരു വാഹനത്തിൻ്റെ അകത്തില്ല. ബാക്കിയെല്ലാം ഇപ്പോൾ ക്രൂസ് കൺട്രോൾ, സ്റ്റിയറിംഗ് മോണറോഡ് കൺട്രോൾസ് എല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. ലെതർ റാപ്ഡ് സ്റ്റിയറിംഗ് വീലാണ്, ഫ്ലാറ്റ് ബോട്ടം ആണ്. അതുപോലെ തന്നെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ സെയിം ഫ്രോങ്സിൽ വരുന്ന സംഭവം തന്നെയാണുള്ളത്. അതിൻ്റെ അകത്ത് ഡിസ്പ്ലേ ചെയ്ത് വരുമ്പോഴേക്കും ടൊയോട്ടയുടെ ലോഗോ കാണിക്കും എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പിന്നെ സാധാരണഗതിയിൽ ഒരു വണ്ടി ഇറക്കുമ്പോൾ ഇൻറ്റീരിയർ കളർ തീം മാറ്റാറുള്ളതാണ്. നമ്മളിപ്പോൾ ബലേനോ ഗ്ലാൻസയിൽ ഒരു ഡിഫറൻസ് കണ്ടിരുന്നു. പക്ഷേ എന്നാൽ ഈ വാഹനത്തിൻ്റെ കേസിൽ അങ്ങനത്തെ ഡിഫറൻസ് പോലും അവർ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഫ്രോങ്സിലും നമുക്ക് ബ്രൗൺ ആൻഡ് ബ്ലാക്കിൻ്റെ കോമ്പിനേഷനിലായിരുന്നു ഇൻറ്റീരിയർ വന്നിരുന്നത്. ഈ വാഹനത്തിനകത്തും ആ ഒരു സെയിം തീം തന്നെയാണ് അവരിപ്പോൾ പിടിച്ചു പോയിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ മൊത്തത്തിലുള്ള ഡാഷ്ബോർഡ് ലേഔട്ട് കണ്ടാൽ മനസ്സിലാവും. പിന്നെ ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ, ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം സാധനങ്ങളൊക്കെ എക്സാക്ട്ലി സെയിം ആണ്. നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്ന 10.25 ഇഞ്ചസിൻ്റെ സ്മാർട്ട് പ്ലേ പ്രോ പ്ലസ് എന്ന് പറയുന്ന 9 ഇഞ്ചസിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ആണ്. ഒബ്വിയസ്ലി സുസുക്കിയുടെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ആണ്. അതുപോലെ AC വെൻസ് കൺട്രോൾ ചെയ്യുന്ന ആ ഒരു നോബ്, അതായത് അപ്പ് ആൻഡ് ഡൗൺ ടോഗിൾസ് ഇതിൻ്റെ അകത്ത് സെയിം ആണ്. പിന്നെ നടുവിൽ വരുന്ന ഒരു ഡിസൈൻ ട്രീറ്റ്മെൻറ്റ് ഉണ്ട് സിൽവറിൽ, അതിൻ്റെ ഒന്നും കളർ അവർ മാറ്റിയിട്ടില്ല, സെയിം സംഭവം തന്നെയാണ്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ആ ഒരു ഗിയർ ലിവർ ഉണ്ടെന്ന് മാത്രം. ബാക്കിയൊക്കെ സെയിം ആണ്. അതുപോലെ ലെഫ്റ്റ് സൈഡ് നിങ്ങൾക്ക് കാണാം, സെയിം ഫ്രോങ്സിൽ വരുന്ന അതേ ഡിസൈൻ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് ഈ ഒരു വാഹനത്തിലും കൊടുത്തിരിക്കുന്നത്. ആൻഡ്
അതിൻ്റെ കളർ ഓപ്ഷൻസിലും വേറെ വ്യത്യാസമൊന്നും അവർ കൊണ്ടുവന്നിട്ടില്ല. ഈവൻ നമ്മൾ സീറ്റ്സിൻ്റെ കളർ നോക്കുകയാണെങ്കിൽ അവിടെയും നമുക്ക് പ്രത്യേകിച്ച് വലിയ ഡിഫറൻസ് ഒന്നും കാണാനായിട്ട് പറ്റുന്നതായിരിക്കില്ല. ഈ വാഹനത്തിലും നമുക്ക് ബ്രൗൺ ആൻഡ് ബ്ലാക്കിൻ്റെ കോമ്പിനേഷനുള്ള സീറ്റ്സ് തന്നെയാണ് വരുന്നത്. പിന്നെ ഫ്രോങ്സിലുള്ള സെയിം ഫീച്ചേഴ്സ്, അതായത് 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറ, അതുപോലെ ഹെഡ് അപ്പ് ഡിസ്പ്ലേ, അതുപോലെ വയർലെസ് ഫോൺ ചാർജിങ്, പിന്നെ വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ കണക്ടിവിറ്റി, അങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സും സെയിം തന്നെയാണ്. ഇതിൻ്റെ ബാക്കിൽ നമുക്ക് ആംറസ്റ്റ് അവൈലബിൾ അല്ല, അത് ഫ്രോങ്സിലും ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളാണ് ഡിസൈൻ്റെ കാര്യത്തിൽ നമുക്ക് ഈ ഒരു വാഹനത്തിൽ പറയാൻ പറ്റുന്നത്. ഞാൻ ഇനി ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പോയി നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, കാരണം എസെൻഷ്യലി ഇത് ഫ്രോങ്സ് തന്നെയാണ്. ഫ്രോങ്സ് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാവുന്നേ എന്തൊക്കെയാണ് വ്യത്യാസം, അതുപോലെ എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്ത് പുതിയതായിട്ട് ഡിസൈനിൽ അവർ മാറ്റം വരുത്തിയിരിക്കുന്നത് എന്നുള്ളതൊക്കെ. ഇനി ബാക്കി സംഭവങ്ങളിലേക്ക് വരാം. അതായത് ഇപ്പം ഒരു വണ്ടി റീബാഡ്ജ് ചെയ്ത് ഇറക്കാമെന്ന് പറയുമ്പോൾ ടൊയോട്ട പണ്ട് അതിൻ്റെ വേരിയൻസിലൊക്കെ ചെറിയ വ്യത്യാസം വരുത്തുമായിരുന്നു. പക്ഷേ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ സാഡ്ലി എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷേ അതിൻ്റെ അകത്ത് ഇപ്പോൾ ഫ്രോങ്സ് വാങ്ങിയ മൂന്നൊരാൾക്ക് എല്ലാ വേരിയൻസിലും ഈ ഒരു വാഹനം അവൈലബിൾ ആണ് എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് നമുക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് പറയാൻ പറ്റുന്നൊരു കാര്യം. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബലേനോ അവർ റീബാഡ്ജ് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ മോഡൽ, ഇപ്പോഴത്തെ അല്ല, ഇപ്പോഴത്തെ പിന്നെ അവർ ബലേനോ ഗ്ലാൻസ് എടുത്ത് റീബാഡ്ജ് ചെയ്യുമ്പോൾ എല്ലാം റീബാഡ്ജ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പണ്ടൊക്കെ അവരാകെ ടോപ്പ് 2 വേരിയൻസ് മാത്രമേ റീബാഡ്ജ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതിൻ്റെ അകത്ത് അങ്ങനെയൊന്നുമില്ല, നമുക്ക് ബേസ് മുതൽ ടോപ്പ് വരെയുള്ള എല്ലാ സാധനങ്ങളും റീബാഡ്ജ് ചെയ്തിട്ടുണ്ട്. വേരിയൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ES, അതുപോലെ V ആണ് ഇതിൻ്റെ ടോപ്പ് എൻഡ്, E ആണ് ബേസ് മോഡൽ. സെയിം ബാക്കിയുള്ള വണ്ടികളുടെ ഒരു വേരിയൻസിൻ്റെ നെയിമിംഗ് പോലെ തന്നെയാണ് ഈ വാഹനത്തിനും കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇഷ്ടംപോലെ കളർ ഓപ്ഷൻസ് ഒക്കെ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ്. എഞ്ചിൻ ഓപ്ഷൻസിൻ്റെ കാര്യത്തിലും അവർ വലിയ വ്യത്യാസമൊന്നും വരുത്തിയിട്ടില്ല. ഞാൻ വിചാരിച്ചു ഇതിൻ്റെ ടൊയോട്ട വേരിയൻറ്റ് വരുമ്പം അവർ ചിലപ്പോൾ 1.2 ടോപ്പ് എൻഡിലൊക്കെ കൊടുക്കുമായിരിക്കുന്നത്, പക്ഷേ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. മാരുതി ചെയ്തതുപോലെ തന്നെ ബേസിക് 3 വേരിയൻസ്, അതായത് ഈ വാഹനത്തിലേക്ക് വരുമ്പം ES, S+ തുടങ്ങി 3 വേരിയൻസിലാണ് നമുക്ക് 1.2 ലിറ്റർ ഡ്യുവൽ ജെറ്റൊക്കെ ഉപയോഗിച്ച് വരുന്ന എഞ്ചിൻ കിട്ടുന്നത്. എന്ന് വെച്ചാൽ അവരുടെ 90 bhp എടുത്ത പവർ 113 Nm എടുത്ത ടോർക്കൊക്കെ ഉള്ള പഴയ സെയിം K12 എഞ്ചിൻ. ആൻഡ് ഇതിൻ്റെ അകത്ത് നമുക്ക് AMT ഉണ്ട്, അതുപോലെ തന്നെ 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ അവൈലബിൾ ആണ്. അതിൻ്റെ പുറമെ ഫ്രോങ്സിൽ ഉണ്ടായിരുന്ന 1 ലിറ്റർ ബൂസ്റ്റർ ജെറ്റ് എഞ്ചിൻ, അതും അത്യാവശ്യം നല്ല പവർഫുൾ ആണ്. 100 bhp എടുത്ത പവർ ഉണ്ട് ആൻഡ് 147 Nm എടുത്ത ടോർക്കും വരുന്നുണ്ട്. ഇതിപ്പം ഓൺ പേപ്പർ പവർ സ്പെക്സ് കുറച്ച് മോശമാണെങ്കിലും റിയൽ ലൈഫിലേക്ക് വരുമ്പോഴേക്കും അത്യാവശ്യം നല്ല ടോപ്പ് സ്പീഡും അതുപോലെ തന്നെ 0 to 100 ആക്സലറേഷനൊക്കെ ഉള്ള ഒരു എഞ്ചിനാണ് ഇത്. അവർ ഇത്തിരി കൂടെ പവർഫുൾ ഫോമാറ്റൊക്കെ ഇന്ത്യയിൽ കൊടുക്കായിരുന്നു, നല്ലതായിരുന്നു. അങ്ങനത്തെ വേർഷൻസൊക്കെ പുറത്തുണ്ട്, പക്ഷേ ഇന്ത്യയിൽ എന്തായാലും അവരൊന്നും കൊടുത്തിട്ടില്ല. പുറത്ത് 1.4 ബൂസ്റ്റർ ജെറ്റ് ഉണ്ട്, അത് നമുക്ക് കിട്ടിയിട്ടില്ലല്ലോ. അപ്പോൾ അത്രയൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ 1 ലിറ്റർ ടർബോ എന്ന് പറയുമ്പം നമുക്കത് ആകപ്പാടെ ഏറ്റവും ടോപ്പായിട്ടുള്ള 2 വേരിയൻസ് എന്ന് വെച്ചാൽ Gയും Vയും അതിൻ്റെ അകത്ത് മാത്രമാണ് കിട്ടുന്നത്. ആൻഡ് അവിടെ നമുക്ക് 6 സ്പീഡ് ടോക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക്കും അതുപോലെ മാനുവൽ ട്രാൻസ്മിഷനും അവൈലബൾ ആണ്. ഇനി പ്രൈസിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരാം, കാരണം അവിടെയാണ് എല്ലാവർക്കും കൺഫ്യൂഷൻ വരുന്ന ഒരു സംഭവം. ഇതിൻ്റെ പ്രൈസ് ടൊയോട്ട സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് 7.73,500 എന്ന് പറയുന്ന ഒരു പ്രൈസ് പോയിന്റിലാണ്. അത് നമ്മൾ ഡയറക്റ്റ് ഫ്രോങ്സ് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കൂടുതലാണെന്ന് പറയാൻ പറ്റില്ല. ജസ്റ്റ് 21,000-22,000 അടുത്ത് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ ഫ്രോങ്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ, ഫ്രോങ്സിൻ്റെ അതായത് സിഗ്മ വേരിയൻറ്റ്. പക്ഷേ ബാക്കി മുകളിലേക്ക് പോകുന്തോറും ഇതിൻ്റെ പ്രൈസ് ഡിഫറൻസ് പതുക്കെ കുറഞ്ഞു വരുന്നേ ഉള്ളൂ, അങ്ങനെ വലുതായിട്ട് കൂടി വരുന്നൊന്നുമില്ല. ആൻഡ് സാധാരണഗതിയിൽ ടൊയോട്ട ചെയ്യാത്തൊരു സംഭവം ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ടോപ്പ് എൻഡ് വേരിയൻസിൻ്റെ പ്രൈസ് സെയിം ആണ്. എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഇതിൻ്റെ അതായത് ഫ്രോങ്സിൽ വരുന്ന ആൽഫ, അതുപോലെ ടൊയോട്ട കൊടുത്തിരിക്കുന്ന നമ്മുടെ V വേരിയൻറ്റ്, അതിൽ ഫ്രോങ്സിൻ്റെ പ്രൈസ് 13.03 lakhs ആണ്. ഫ്രോങ്സിൻ്റെ പ്രൈസും സെയിം തന്നെ 13.03 lakhs തന്നെയാണ് അവർ വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ 1 ലിറ്റർ എഞ്ചിൻ എടുക്കുന്നവർക്ക് വേണമെങ്കിൽ വലിയ പ്രൈസ് ഡിഫറൻസ് ഇല്ലാതെ ടൊയോട്ടയിൽ വണ്ടി പോയി സർവീസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതെടുക്കാവും എന്നുള്ളതാണ്. ഇപ്പം വേറെ വലിയ അഡ്വാൻറ്റേജ് ഒന്നുമില്ല. 3 വർഷത്തെ വാറൻറ്റി നമുക്ക് കിട്ടും, മാരുതിയിലാണെങ്കിൽ 2 വർഷം കിട്ടുള്ളൂ. പിന്നെ ടൊയോട്ടയിൽ പോയി സർവീസ് ചെയ്യാം, ഇതിനോട് പ്രീമിയം സർവീസ് എക്സ്പീരിയൻസ് കിട്ടും. അങ്ങനത്തെ കുറച്ച് വ്യത്യാസങ്ങൾ. പിന്നെ ഡിസൈൻ ഞാൻ അങ്ങനെ പറയില്ല, കാരണം ഭയങ്കര വലിയ വ്യത്യാസമൊന്നും ഇതിൻ്റെ അകത്തില്ലല്ലോ, ആകെപ്പാടെ ഈ ഒരു സംഭവം. പിന്നെ ചിലവർക്ക് ടൊയോട്ട ബ്രാൻഡ് നെയിമിനോടൊരു താല്പര്യം ഉണ്ടാവും, അങ്ങനെയുള്ളവർക്കും വേണമെങ്കിൽ ഈ ഒരു വാഹനം എടുക്കാം. ബേസിക്കലി അതിന് വേണ്ടി തന്നെയാണ് അവരിങ്ങനത്തെ റീബാഡ്ജ്ഡ് വണ്ടികൾ ഇറക്കുന്നത്. അതായത് കുറച്ചും കൂടെ ഇപ്പോൾ ടൊയോട്ടയുടെ സ്വന്തമായിട്ടുള്ള വണ്ടികൾ എന്ന് പറയുമ്പം ഒരുപാട് ഓപ്ഷൻസ് ഇല്ല. നമുക്ക് ഇന്നോവ ഹൈക്രോസ് ഉണ്ട്, അതുപോലെ ഫോർച്യൂണർ ഉണ്ട്, പിന്നെ വേണമെങ്കിൽ ഹൈറൈഡർ പറയാം. പക്ഷേ അത് കൂടുതലും സുസുക്കിയാണ് അതിൻ്റെ അകത്ത് പൈസ ഇട്ടിരിക്കുന്നത്. ടൊയോട്ടയുടെ ഹൈബ്രിഡ് എഞ്ചിൻ ഉണ്ട് എന്നൊക്കെ നമുക്ക് പറയാം, അത്രേ ഉള്ളൂ. ഇൻവെസ്റ്റ്മെൻറ്റ് ടൊയോട്ട കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. എന്തായാലും പിന്നെ ബൈ ദ വേ ആ വണ്ടികൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടൊയോട്ടയുടെ പ്ലാനിലാണ്, അപ്പോൾ അതിൻ്റെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. അപ്പോൾ അവിടെ മുതൽ തുടങ്ങിയാൽ തന്നെ ഒരുപാട് 10 ലക്ഷത്തിന് താഴെ വരുന്ന കസ്റ്റമേഴ്സിന് പിടിക്കാൻ ടൊയോട്ടയ്ക്ക് പറ്റില്ല. ഈ വണ്ടി അതുപോലെ ഗ്ലാൻസാക്കി വെച്ചാണ് ടൊയോട്ട ആ ഒരു മാർക്കറ്റിൽ വരുന്ന ഓഡിയൻസിനെ കേറ്റർ ചെയ്യുന്നത്. ഇപ്രാവശ്യം പിന്നെ ഒരു ബ്രസയ്ക്ക് വരും റീബാഡ്ജ് ചെയ്ത വണ്ടി ഇതാണെന്ന് മാത്രം. എന്തായാലും ഗൈസ്, ഇതാണ് ടൊയോട്ട അർബൻ ക്രൂസർ ടൈസറിൻ്റെ വിശേഷങ്ങൾ. ഇതും ഫ്രോങ്സുമായിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് കമ്പാരിസൺ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ തരാം, അതായത് സൈഡ് ബൈ സൈഡ് വണ്ടി കാണിച്ച് ഡിസൈൻ കമ്പയർ ചെയ്ത്. എനിവേ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.